ഹനുമാൻ, രാമൻ എന്നീ ദൈവങ്ങൾ ലങ്ക തീയിട്ടു. അവ തീവെപ്പ് കേസിൽ പ്രതികളല്ലേ? ഈ ഹനുമാൻ ലങ്ക തീയിട്ടപ്പോൾ പിന്നെയും ലങ്ക അവിടെ ഉണ്ടല്ലോ. ഞാനതിനെക്കുറിച്ച് ആലോചിച്ചത്, ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചത്. ഹനുമാന് ലങ്ക തീയിടുന്നു, പിന്നെ ലങ്ക അവിടെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. പിന്നീട് യഥാർത്ഥത്തിൽ ഈ ലങ്ക തീയിടാൻ കാരണം വിഭീഷണൻ ശിക്ഷ കുറച്ച് കൊടുക്കുന്നുകൊണ്ടാണ്. ഈ വാനരനെ കൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷെ വിഭീഷണൻ പറയുന്നത് ഇങ്ങനെ മെസ്സഞ്ചറെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വെറുതെ വിടുന്നത്. പക്ഷെ അതിനുശേഷം ലങ്കയും അവിടെ ഉണ്ട്, ഈ തെറ്റായ ഉപദേശം കൊടുത്ത വിഭീഷണൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ രാവണൻ ആരാ? പുള്ളി നല്ല ബിൽഡറുമാണ്, ഭയങ്കര ജനാധിപത്യ ബോധമുള്ളവനാണ്. ഇത്രയും തെറ്റായ ഒരു ഉപദേശം കൊടുത്ത ഒരുത്തൻ ലങ്ക മുഴുവൻ ചുട്ടുകരിച്ചിട്ട് അവനങ്ങ് പോയിട്ടും ഈ സഹോദരനെതിരെ രാവണൻ ഒന്നും ചെയ്യുന്നില്ല. 2, ലങ്ക മുഴുവൻ കത്തിക്കരിച്ചിട്ട് ഒരുത്തൻ പോയിട്ടും പിന്നെ യുദ്ധത്തിന് വരുമ്പോൾ ലങ്ക അവിടെ ഉണ്ട്. ഒന്നത് തീവെപ്പ് കേസിൽ പ്രതികളല്ലേ? ശരിയാണ്. ഇവർക്ക് മരണാനന്തര ശിക്ഷ കൊടുത്ത് തീഹാർ ജയിലിൽ അടയ്ക്കേണ്ടതല്ലേ? ഇവരെ ആരാധിക്കുന്നത് ശരിയാണോ?